ഈ ഗോപൻ സ്വാമി മരിച്ചു, അല്ലെങ്കിൽ സമാധിയായി. മക്കളും ഭാര്യയും ഒക്കെ ചേർന്ന് സമാധി ഇരുത്തി. പിന്നൊരു ബാനറും കെട്ടി. അത് ബന്ധുക്കളോ നാട്ടുകാരോ ഒക്കെ പരാതി കൊടുത്തതോടുകൂടി വിവാദമായി. സർക്കാർ അതിൽ ഇടപെട്ടു. അപ്പോൾ നമ്മുടെ VHPയും ക്ഷേത്ര ഭരണസമിതിയും ഒക്കെ രംഗത്ത് വന്ന് സംഗതി വേറൊരു തരത്തിലേക്ക് നീങ്ങുകയും വെല്ലുവിളിയും ഒക്കെ നടക്കുകയാണ്. ഇതിനെ ഒരു പ്രത്യേക ആംഗിളിൽ കാണുന്ന ആളുകളുണ്ട്. അത് അവരുടെ ഒരു സ്വകാര്യ വിഷയമല്ലേ, അവരച്ഛനല്ലേ, സമാധിയാകുന്നതല്ലേ, പ്രാണായാമം വേറെ ഏതെങ്കിലും ഒരു സംഗതിയിലൂടെ പുറത്തു പോവുകയും ജീവൻ അവശേഷിക്കുകയും ചെയ്തില്ലേ, അങ്ങനെ ഒരുപാട് മനുഷ്യർ സമാധിയായിട്ടില്ലേ എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അതിനൊക്കെ അവരുടെ ന്യായീകരണവും കാണാം. പക്ഷേ ഇതിൻ്റെ മതപരവും ബാക്കിയുള്ള സംഗതികളിലേക്കൊന്നും കിടക്കാതെ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇങ്ങനെ ഇതിന് കണ്ണടച്ച് മക്കളങ്ങ് അപ്പനെ സമാധിയാക്കുന്ന അവസ്ഥയിലേക്കെത്തി ആരും അറിയാതെ അങ്ങ് കുഴിക്കകത്ത് ഇരുത്തിയാൽ കേരളത്തിൽ ഇങ്ങനെ സമാധിയാകാൻ വിധിക്കപ്പെട്ട കുറേ അപ്പാപ്പനും അമ്മാമ്മമാരും കാണും. കാരണം അതിനുവേണ്ടി കാത്തിരിക്കുന്ന മക്കൾ ഒരുപാടുണ്ട്. അവരുടെ കയ്യിൽ ഇത്തിരി വസ്തുവും സ്ഥലവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മതത്തിലും വിശ്വാസത്തിലുമൊക്കെ അങ്ങനെ ചില കാര്യങ്ങൾ കാണും. ഇപ്പോൾ ഇസ്ലാം മത വിശ്വാസത്തിൽ ഈസാ നബി അലൈഹിസ്സലാം, യേശു ക്രിസ്തു എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഈസാ നബി വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്ന് വിചാരിച്ച് പ്രവാചക മാതൃകയാണെന്ന് പറഞ്ഞ് ഒരു ദിവസം രാവിലെ വാപ്പായ അടിച്ചു കൊന്ന് റെഡിയാക്കിയിട്ട് ഈസാ നബിയെപ്പോലെ അങ്ങ് മേളിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഗോപൻ സ്വാമി സമാധിയായെന്ന് മക്കളും അങ്ങനെയല്ല അപായപ്പെടുത്തിയതാണെന്ന് നാട്ടുകാരും ചില ബന്ധുക്കളും ഒക്കെയായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആക്ഷേപങ്ങൾ മുഖവിലേക്ക് എടുക്കണോ എന്നപ്പോൾ പ്രഥമ ദൃഷ്ടിയായുള്ള ചോദ്യത്തിന് പലപ്പോഴും ഇത്തരം ബന്ധുക്കളും നാട്ടുകാരും സതുദ്ദേശത്തിൽ ഒന്നിനെയും സമീപിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ പോലും ചില ദുരുദ്ദേശികൾ ആവശ്യമുണ്ട് ചില സതുദ്ദേശങ്ങൾക്ക്. എന്ന് പറഞ്ഞാൽ ചില ദുരുദ്ദേശികളിൽ നിന്നാണ് ചില സതുദ്ദേശങ്ങൾ ഉണ്ടാവുന്നത്. അവർ ഉയർത്തിവിടുന്ന ചില സംശയങ്ങൾ അത് വ്യക്തിപരമായി ധാർമ്മികതയോടുള്ള ഇഷ്ടമോ അല്ലെങ്കിൽ നീതിയോടുള്ള ഇഷ്ടമോ ഒന്നും ആയിരിക്കണമെന്നില്ല. മറ്റവനെ കുരുക്കാനുള്ള ഒരു തന്ത്രമായിരിക്കും. പക്ഷെ അത് പുറത്തു വിടുന്നത് പിന്നീട് ഒരുപാട് കൊലപാതകങ്ങൾ അതുപോലെയുള്ള ക്രിമിനലിസങ്ങളുടെ ഒരു ത്രെഡായി മാറാറുണ്ട്. അതുകൊണ്ട് ദോഷീക ദൃക്കുകളായ ബന്ധുക്കളെയും നാട്ടുകാരെയും തൽക്കാലം നമുക്ക് സംശയത്തിൻ്റെ നിഴലിൽ നിർത്താതിരിക്കാം, നോക്കാം. മറുവശത്ത് ഭാര്യയും മക്കളും പറയുന്നത് ഗോപൻ സ്വാമി സമാധിയാകുന്ന സമയം പറഞ്ഞു, ആ സമയം പറഞ്ഞു, ആ സമയത്ത് ഗോപൻ സ്വാമി സമാധിയായി, ഞങ്ങളങ്ങ് ഇരുത്തി എന്നാണ് പറയുന്നത്. സമാധി ഇരുത്തി എന്നാണ് പറയുന്നത്. അത് സംഭവ്യമാണോ? ആണ്. സമാധി ഉണ്ടായിട്ടുണ്ടോ? പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ സയൻറ്റിഫിക് പ്രൂഫ് എന്താണ്? അതിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് സംഗതികളുടെ ചർച്ചയൊക്കെ വരും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്തായാലും അങ്ങനെ ഇരുത്തുന്നതും ഇരിക്കുന്നതുമെല്ലാം ഈ പൊതുസമൂഹ മധ്യത്തിൽ ആളുകൾ കാണത്തക്ക നിലയിൽ ചില ധാർമ്മികതയുടെ സാക്ഷികളായി മാറാൻ കൂടിയാണ് ചിലതൊക്കെ ഒരു പൊതുചടങ്ങുകളാക്കി മാറ്റുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ വിവാഹം, അതെവിടെ ചെയ്താലും സാക്ഷികൾ വേണം. രജിസ്റ്റർ ഓഫീസിൽ ചെയ്താലും സാക്ഷി വേണം, നിക്കാഹ് ചെയ്താലും സാക്ഷി വേണം. കല്യാണത്തിനായാലും അഗ്നിസാക്ഷിയും കാണുന്ന ആളുകളുടെ എല്ലാം സാക്ഷിത്വത്തിലാണ് നടത്തുന്നത്. എന്തിനാണത്? ആ കർമ്മങ്ങൾക്ക് ചില ബോധ്യങ്ങൾ കൂടി ചേർത്ത് വെക്കാനാണ്. അത് സത്യസന്ധമാണെന്ന് സർട്ടിഫൈ ചെയ്യാനാണ്. ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് രണ്ടുപേരും തമ്മിൽ ഞങ്ങളങ്ങ് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമിച്ചങ്ങ് ജീവിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് പങ്കുവെച്ചു എന്ന് പറയാം. കല്യാണം കഴിച്ചു എന്ന് പറയണമെങ്കിൽ എവിടെ കല്യാണം കഴിച്ചു, ആരുടെ മുന്നിൽ വെച്ച് കഴിച്ചു, എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവിടെ ഗോപൻ സ്വാമിയെ മക്കൾ പറയുന്നത് സമാധിയാക്കി അങ്ങ് ഇരുത്തി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു ബാനറും എഴുതി കെട്ടി. ഇതിപ്പോൾ നമ്മളങ്ങ് അംഗീകരിച്ചെന്നിരിക്കട്ടെ, സർക്കാരും ബാക്കിയുള്ള പരാതികളൊക്കെ തള്ളിക്കളഞ്ഞ് അതിന് ന്യായമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബാനർ പോലും കെട്ടാതെ ഒരുപാട് അപ്പനെയും അമ്മയും സമാധിയാക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ഇപ്പോൾ അടിച്ചു കൊന്നിട്ട് അച്ഛൻ സമാധിയായതാണ്, അല്ലെങ്കിൽ പണ്ട് പാണ്ഡ്യമണിയൻ്റെ കഥ പറയുന്നത് പോലെ എൻ്റെ തലയ്ക്കടിക്കാൻ അച്ഛൻ പറഞ്ഞു സമാധിയാകാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു നിയമവ്യവസ്ഥയും പരിഷ്കൃത സമൂഹമൊക്കെ ഉള്ളിടത്ത് നടക്കുന്നതാണോ? അതുകൊണ്ട് ആ സമാധിയുടെ പൊരുളറിയണം, അല്ലെങ്കിൽ ആ സമാധിത്വത്തിന് ഉദാഹരണമായ സംഗതികളുടെ സാക്ഷിത്വം ഉണ്ടാവണം. അല്ലെങ്കിൽ അതൊക്കെ ദുരൂഹമായ ഒരുപാട് ഫ്യൂച്ചർ ക്രിമിനലിസത്തിനും ഇത് തന്നെ ഒരു ക്രിമിനൽ ആക്റ്റാണോ എന്നുള്ളത് അറിയാനും കാരണമാകണം. അദ്ദേഹം സ്വാഭാവികമായി മരിച്ച് അടക്കിയതാണെങ്കിൽ അതിന് വേറൊരു നിർവചനമാവാം. അതിപ്പോൾ ആരെയും കാണിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ടെന്ന് വെക്കാം. പക്ഷേ
ഇത്തരം കാര്യങ്ങൾക്ക് ഒരു സാക്ഷിത്വവും ഇല്ലാതെ നമ്മളെന്തിനാ ആശുപത്രിയിൽ മരിച്ചു കൊണ്ടിരുന്ന ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറയുന്നത്? അത് പലരും അതിന് സമ്മർദ്ദം ചെലുത്താറുണ്ട് അത് വിട്ടുകിട്ടാൻ വേണ്ടി. പക്ഷേ അവസാനം കൂടത്തായിലെ ജോളി കേസ് വന്നപ്പോൾ എന്തായി? അത് പോസ്റ്റ്മോർട്ടം അത് റിപ്പോർട്ട് ചെയ്യാതിരുന്ന ബ്രോഡ് ടു ഡെത്ത്, അഥവാ മരിച്ച ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് ഡോക്ടർമാർക്ക് ബോധ്യമില്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ വരുന്ന വഴിക്ക് അങ്ങ് സമാധിയായെന്ന് പറഞ്ഞാൽ സർക്കാരിനോ വ്യവസ്ഥയ്ക്കോ അംഗീകരിക്കാൻ കഴിയുമോ? അങ്ങനെയൊരു സമാധിത്വം മക്കളും ഭാര്യയും കൂടെ ചേർന്നങ്ങ് തീരുമാനിച്ചാൽ എവിടെ പോയി നിൽക്കും? ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതെ ഒരു വെള്ള പാൻറ് ചുമന്നുടുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഒരു ചേട്ടൻ വന്നു നിന്ന് അതിൻ്റെ ന്യായാന്യായങ്ങൾ പറയുന്നത്. ഏതായാലും അതാണ് എൻ്റെ നിലപാട്. സമാധിത്വത്തോടൊക്കെ താല്പര്യമുണ്ട്, പക്ഷേ അതിനൊക്കെ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും വേണം. അത്രയേ ഉള്ളൂ.